നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. പക്ഷപാതമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്, സത്യസന്ധരാണ്, ആത്മാർത്ഥതയുള്ളവരുമാണ്, മറ്റുള്ളവരുടെ മുന്നിൽ മുട്ടുമടക്കാത്തവരാണ് ഇവർ. പല വിധത്തിൽ അറിവ് നേടുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഊഹോപോഹ പടുക്കളായി ഇരിക്കും. സ്വപ്രയത്നത്താൽ ഉയർച്ച നേടുന്നവരാണ് ഇവർ. ആത്മവിശ്വാസം കൈമുതലാണ്. യാത്രാ തൽപരരുമാണ്. വീടിടം വിഷ്ണുലോകം എന്ന മട്ടുകാരാണ് ഇവർ. ഭരണസമർത്ഥരായിരിക്കും. സാഹസവും തന്റെ ഇടവും കൈമുതലായിട്ടുള്ളവരാണ് ഇവർ. ആത്മപ്രശംസ ചെയ്യുന്നവരാണ്. നാലാൾ കൂടുന്നിടത്ത് മിടുക്കരാകാൻ ഇവർക്കാകുന്നതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് യുക്തിഭദ്രമായിട്ടാകും. ശിവഭഗവാനെ ആരാധിക്കേണ്ടതാണ്. ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് ഗുണകരമാണ്. കൂടാതെ രാഹുർദശയിൽ ജനിച്ചതിനാൽ ശൈവനാഗക്ഷേത്രത്തിൽ സർപ്പാരാധനയും ചെയ്യുന്നത് ഇവർക്ക് ഗുണപ്രദമാണ്. വെള്ളിയാഴ്ച ഭാഗ്യദിനവും ഭാഗ്യനിറം പച്ചയുമാണ്. തിരുവാതിര നാളിൽ സർപ്പക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നത് ഗുണപ്രദമാണ്. രാശ്യാധിപൻ ഇവർക്ക് ബുധനാണ്. ബുധപ്രീതിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മേധാ ദക്ഷിണാമൂർത്തി യന്ത്രധാരണം ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ ശിവായ ശിവരൂപായ ഹ്രീം നമ സദാശിവായ ശംഭവേ നമ എന്ന മേധാ ദക്ഷിണാമൂർത്തി മന്ത്രം നിത്യം ജപിച്ചാൽ വിദ്യാവിജയം ഇവർക്ക് ഉറപ്പാകുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വളരെ ഗംഭീരമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.